ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ രാവിലെ 5 മണിയായതേ ഉള്ളൂ. ഞങ്ങളിന്ന് ഒരു യാത്ര പോവാണ്. ടുട്ടൂനൊരു ടൂർണമെൻ്റ് ഉണ്ട് ലണ്ടനിൽ വെച്ചിട്ട്. അപ്പോൾ ആ ടൂർണമെൻറ്റിന് പോവുകയാണ്. 10 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം വെളിയിൽ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടേതായ രീതിയിൽ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ട് കഴിക്കണതല്ലേ നല്ലത്. നല്ല മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടോ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട നെയ്യാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എവിടെയെങ്കിലും നമ്മൾ ട്രാവൽ പോകുമ്പോൾ ഉണ്ടല്ലോ സ്വന്തമായിട്ട് ഫുഡെല്ലാം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത്. എന്നുവെച്ചാൽ വെളിയിലെ ഫുഡ് ഇഷ്ടമില്ലാന്ന് കഴിക്കുകയില്ലെന്നല്ല, കഴിക്കും. പക്ഷെ എന്തോ ഇച്ചിരി കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ പോയി വണ്ടിയുടെ എന്താ പറയുക സൈഡ് സീറ്റിൽ ഇരുന്ന് കഴിക്കുന്നത് ഒരു ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. എവിടെ പോയാലും ഞാനൊരു 2 hour മുകളിലോട്ടുള്ള എങ്ങോട്ട് ട്രാവൽ ചെയ്താലും മാക്സിമം പൊഞ്ഞേട്ടി എടുക്കാറുണ്ട്. ചില സമയത്തൊക്കെ ജീവന് പറയും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. കാരണം പണ്ട് വീട്ടിലായിരുന്നപ്പോഴേ നമ്മൾ നാട്ടിലെവിടെയെങ്കിലും പോകുമ്പം അമ്മമാരിങ്ങനെ കാപ്പിയൊക്കെ പൊഞ്ഞെടുത്ത് തരത്തില്ലേ. മമ്മിയാണെങ്കിൽ ഇങ്ങനെ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി തന്നുവിടും. പോകുന്ന വഴിക്ക് കഴിക്കാമല്ലോ എവിടെയെങ്കിലും നിർത്തി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഒരു ഫീല് ഇപ്പോഴും മനസ്സിലെവിടെയോ കിടപ്പുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള കേസാണ് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോയി കഴിക്കുന്നത്. ചിലർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. റിലാക്സായിട്ട് രാവിലെ എഴുന്നേറ്റ് പോകാനായിരിക്കും ഇഷ്ടം. ഞാനൊരു മടിച്ചിയാണേലും ഇക്കാര്യത്തിൽ ഈ ഫുഡ് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോകുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര എന്തൂസിയാസ്റ്റിക്കാണേ. അത് ജിനു എന്നോട് എപ്പോഴും പറയും, കാര്യത്തിനെങ്കിലും നിനക്ക് മടിയില്ലല്ലോ. അതിനെ പറയുന്നതിന് എൻ്റെ സ്വന്തം ഐഡിയ ആയിപ്പോയി, അതുകൊണ്ടാണ് എന്ന്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനത്തെ പരിപാടിയെ. നല്ല രസമാണ്. ഈ ക്രിസ്പിനെസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കഴിക്കാൻ നോക്കുമ്പം. പക്ഷെ എന്നാലും നല്ല രസമാണ്. ഇച്ചിരി തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ട്, അങ്ങോട്ട് കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. കണ്ട 3 പേർക്കുമുള്ള പൊതിച്ച് റെഡിയായിരിക്കുകയാണ്. ചായ റെഡിയായി. സാധാരണ ഞാൻ എല്ലാവർക്കും ബ്ലാക്ക് കോഫി, നമ്മുടെ നാടൻ കട്ടൻ കാപ്പി ഇല്ലേ, ഞങ്ങൾ ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ കട്ടൻ കാപ്പിയാണ് കൊണ്ടുപോകുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് കുറച്ച് പാൽ ചായ കൊണ്ടാന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊരു ഫ്ലാസ്ക് ബ്ലാക്ക് കോഫിയാണ്. എൻ്റെ ടുട്ടൂന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് കാപ്പി ഇഷ്ടമില്ല. സോ അത് അവക്കും ഇത് ഞങ്ങൾക്കും കൂടെയാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഇതുവരെ പാൽ ചായ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് ടേസ്റ്റ് മാറുമോ നല്ലതായിരിക്കുമോ എന്ന് അറിയത്തില്ല. പക്ഷെ എപ്പോഴും ഒന്നും തന്നെ വേണ്ടല്ലോ, ഒരു വെറൈറ്റിക്ക് പിടിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഞങ്ങൾക്കുള്ള ചായ, ടുട്ടുവിൻ്റെ കാപ്പി, മസാല ദോശ. ഇതുവരെ നൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കും. നമുക്ക് ഇറങ്ങണ്ടേ? ഓടിപ്പോയി ഉടുപ്പിട്. 7 minutes നമുക്ക് ഇറങ്ങണം. എന്താ ഇവിടെ പമ്മി നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം? എന്തിനാ വന്നേ ഇപ്പം കിച്ചണിലോട്ട്? ഉറങ്ങണോ? വണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് ഉറങ്ങാം. ഓടിക്കൂ. എനിക്ക് എത്ര രാവിലെയാന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും പോകുമ്പം എൻ്റെ പാത്രങ്ങൾ ഞാൻ കഴുകി വെക്കാതെ പോകാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഫ്രഷായിട്ട് വേറെ ഒന്നും കിടന്നില്ലല്ലോ, എൻ്റെ കിച്ചൺ കിടക്കണം. അതിന് വേണ്ടി ഇപ്പോൾ സമയമില്ലെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഡിഷ് വാഷറിലോട്ട് തള്ളാൻ പോവാണ്. കാരണം തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ നെയ്യുടെ ഒക്കെ കൂടി ഒരു അളിഞ്ഞ സ്മെല്ലി കിച്ചണകത്ത് നിൽക്കും. അത് എന്നെക്കൂടി സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ എൻ്റെ രാവിലത്തെ യുദ്ധമെല്ലാം കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ നമ്മളൊരു എവിടെയെങ്കിലും യാത്ര പോയിട്ട് തിരിച്ച് നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പോഴല്ലോ ഇങ്ങനെ ഇച്ചിരി നീറ്റായിട്ട് കിടക്കുകയാണെങ്കിലുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം.